ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 9ാമത്തെ നക്ഷത്രമാണ് ആയില്യം. കർക്കടക രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രം ബുധൻ ഗ്രഹത്തിന്റെ സ്വാധീനത്തിലാണ് വരുന്നത്. സർപ്പങ്ങളാണ് ഈ നക്ഷത്രത്തിന്റെ അധിപന്മാർ. പൊതുവായ പ്രത്യേകതകൾ: ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ബുദ്ധിസാമർഥ്യമുള്ളവരും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിവുള്ളവരുമായിരിക്കും. അധിപൻ ബുധൻ. രാശി കർക്കടകം. ചിഹ്നം ചുരുണ്ടുകൂടിക്കിടക്കുന്ന പാമ്പ്. ദേവത സർപ്പങ്ങൾ, നാഗങ്ങൾ. ഗണം അസുരഗണം. യോനി മേൽ, പുരുഷയോനി പൂച്ച. ഭൂതം ജലം. 2. സ്വഭാവഗുണങ്ങൾ. ഈ നക്ഷത്രക്കാർക്ക് സവിശേഷമായ ചില സ്വഭാവ സവിശേഷതകളുണ്ട്. ബുദ്ധിശക്തി. തർക്കിക്കാനും സ്വന്തം ഭാഗം ന്യായീകരിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. കാര്യങ്ങൾ ആഴത്തിൽ വിശകലനം ചെയ്യാൻ ഇവർ മിടുക്കരായിരിക്കും. രഹസ്യ സ്വഭാവം. തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പെട്ടെന്ന് വെളിപ്പെടുത്താൻ ഇവർ ഇഷ്ടപ്പെടില്ല. നേതൃപാടവം. ഏതു കാര്യത്തിലും നേതൃത്വം ഏറ്റെടുക്കാൻ ഇവർക്ക് താൽപ്പര്യമുണ്ടാകും. പലപ്പോഴും അധികാര സ്വഭാവം കാണിക്കാറുണ്ട്. കുടുംബസ്നേഹം. കുടുംബത്തോട് വളരെയധികം അടുപ്പമുള്ളവരാണെങ്കിലും ഇടയ്ക്ക് വൈകാരികമായ അകൽച്ചകളുണ്ടായേക്കാം. 3. കരിയറും വിദ്യാഭ്യാസവും. ബുധന്റെ സ്വാധീനമുള്ളതുകൊണ്ടുതന്നെ ആശയവിനിമയം, എഴുത്ത്, കണക്ക് തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കുന്നു. അനുയോജ്യമായ തൊഴിലുകൾ: ബാങ്കിംഗ്, അധ്യാപനം, നിയമം, ലോ, കച്ചവടം, രാഷ്ട്രീയം, ഗവേഷണം. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ പൊതുവെ ശ്രദ്ധാലുക്കളായിരിക്കും. ഭാവിയിലേക്ക് കരുതിവെക്കുന്ന ശീലം ഇവർക്കുണ്ട്. 4. ആരോഗ്യവും പ്രതികൂല വശങ്ങളും. ആരോഗ്യം: ഉദരസംബന്ധമായ അസുഖങ്ങൾ, അലർജി, ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവ ശ്രദ്ധിക്കണം. ദോഷവശങ്ങൾ: ചിലപ്പോൾ അമിതമായ ദേഷ്യം, അസൂയ, സംശയാലുവായ സ്വഭാവം എന്നിവ പ്രകടിപ്പിച്ചേക്കാം. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കാത്തത് ഇവർക്ക് ഗുണവും ദോഷവും വരുത്താറുണ്ട്. 5. ആരാധനയും പരിഹാരങ്ങളും. ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ താഴെ പറയുന്നവ ഗുണകരമാണ്. സർപ്പ ആരാധന. നാഗദൈവങ്ങളെ ആരാധിക്കുന്നതും ആയില്യം പൂജ നടത്തുന്നതും ഉത്തമമാണ്. ബുധനാഴ്ച വ്രതം. ബുധന്റെ പ്രീതിക്കായി ബുധനാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ്. നക്ഷത്രവൃക്ഷം. നാരകമാണ് ആയില്യം നക്ഷത്രത്തിന്റെ മരം. ഇത് വച്ചുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും നന്മ നൽകും. അനുകൂല നിറങ്ങൾ: പച്ച, വെള്ള. വിവാഹജീവിതം. ഇവർ പങ്കാളിയെ വളരെയധികം സ്നേഹിക്കുന്നവരായിരിക്കും. എങ്കിലും സ്വന്തം സ്വാതന്ത്ര്യത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നത് ഇവരിഷ്ടപ്പെടില്ല. അതുകൊണ്ടുതന്നെ ചെറിയ പിണക്കങ്ങൾ സ്വാഭാവികമാണ്. എങ്കിലും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുന്ന കുടുംബനാഥനോ കുടുംബനാഥയോ ആയിരിക്കും ഇവർ. ആയില്യം നക്ഷത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള വിശേഷങ്ങളും മറ്റനുബന്ധ വിവരങ്ങളും താഴെ നൽകുന്നു. ഒരു വലിയ സ്ക്രിപ്റ്റിലേക്ക് ആവശ്യമായ പ്രധാന പോയിന്റുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7. പാദഫലങ്ങൾ. 4 പാദങ്ങൾ. ആയില്യം നക്ഷത്രം കർക്കടക രാശിയിൽ തന്നെയാണെങ്കിലും ഓരോ പാദത്തിലും ജനിക്കുന്നവർക്ക് ചെറിയ സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. 1-ാം പാദം ധനു നവാംശകം. ഇവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ടായിരിക്കും. കഠിനാധ്വാനികളായിരിക്കും. പ്രശസ്തിയും അംഗീകാരവും ഇവർ ആഗ്രഹിക്കുന്നു. 2-ാം പാദം മകരം നവാംശകം. അല്പം സ്വാർത്ഥതയോടു കൂടിയ സ്വഭാവം കണ്ടേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കും. കഠിനമായി അധ്വാനിക്കാൻ മടിയില്ലാത്തവരാണ്. 3-ാം പാദം കുംഭം നവാംശകം. ശാസ്ത്രീയമായ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടുതലുണ്ടായിരിക്കും. അല്പം രഹസ്യ സ്വഭാവം ഇവർക്ക് കൂടുതലായിരിക്കും. ചിലപ്പോൾ മാനസികമായ ആശങ്കകൾ ഇവരെ അലട്ടാറുണ്ട്. 4-ാം പാദം മീനം നവാംശകം. ഇവർക്ക് പൊതുവെ ദയയും സഹാനുഭൂതിയും കൂടുതലായിരിക്കും. ആത്മീയമായ കാര്യങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിക്കും. കലാരംഗത്ത് ശോഭിക്കാൻ ഇവർക്ക് സാധിക്കും. 8. വിട്ടുമാറാത്ത ചില സ്വഭാവ സവിശേഷതകൾ. നിരീക്ഷണ പാടവം. മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും കണ്ടുപിടിക്കാൻ ആയില്യം നക്ഷത്രക്കാർക്ക് സാധിക്കും. ഇതവരെ മികച്ച കുറ്റാന്വേഷകരോ ഗവേഷകരോ ആക്കുന്നു. മറച്ചുപിടിക്കാനുള്ള കഴിവ്. സ്വന്തം പ്ലാനുകൾ മറ്റൊരാൾ അറിയുന്നതിനോട് ഇവർക്ക് യോജിപ്പില്ല. ലക്ഷ്യം നേടുന്നതുവരെ അത് രഹസ്യമാക്കി വെക്കാൻ ഇവർ ശ്രദ്ധിക്കും. സംസാര വൈഭവം. നർമ്മബോധത്തോടെ സംസാരിക്കാൻ ഇവർക്ക് കഴിയും. എന്നാൽ ദേഷ്യം വന്നാൽ വാക്കിന് മൂർച്ച കൂടുകയും ചെയ്യും. 9. ആയില്യം നക്ഷത്രവും വിശ്വാസങ്ങളും. കേരളീയ പശ്ചാത്തലത്തിൽ ആയില്യം നക്ഷത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നാഗത്തറയും ആയില്യവും. മിക്ക തറവാടുകളിലും സർപ്പക്കാവുകൾ ഉള്ള കേരളത്തിൽ ആയില്യം നാളിൽ വലിയ പ്രാധാന്യത്തോടെ പൂജകൾ നടത്താറുണ്ട്.
മണ്ണാറശാല, വെട്ടുക്കാട് തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ ആയില്യം പൂജകൾ ഏറെ പ്രശസ്തമാണ്. മനഃശക്തി. സർപ്പങ്ങളെപ്പോലെ തന്നെ ഏതു പ്രതിസന്ധിയിലും പതരാതെ പിടിച്ചു നിൽക്കാനും തക്കം കിട്ടുമ്പോൾ പ്രതികരിക്കാനുമുള്ള കഴിവ് ഇവർക്കുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു.